الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ 29 തുടർച്ചയായ ദിനത്തെ വ്രതവിശുദ്ധിയും നിരവധി ആരാധനകളുടെയും സന്തോഷം പങ്കുവെക്കുന്ന അനർഘമായ അവർണ്ണനീയമായ ഈദുൽ ഫിത്തറിന്റെ ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വാലിഹായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഈദിന്റെ ആശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. നമ്മുടെ വികാരങ്ങളെക്കാളും നമ്മുടെ വിചാരങ്ങളെക്കാളും നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും നമ്മുടെ താൽപര്യങ്ങളെക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണ് എന്ന് തെളിയിച്ച ദിനരാത്രങ്ങളായിരുന്നു കഴിഞ്ഞ കാലം. ദീനെന്ന് പറയുന്നത് പ്രാക്ടിക്കല്ല എന്നും 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമങ്ങളാണ് എന്നുമൊക്കെ പറയുന്നവർക്കുള്ള മറുപടി ജീവിതം കൊണ്ട് ദീനിനെ പ്രാക്ടിക്കലാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു കഴിഞ്ഞ നമ്മുടെ ദിവസങ്ങളിൽ നാം നിർവഹിച്ചിട്ടുള്ളത്. ഒരുപാട് നേട്ടങ്ങളാണ് ആരാധനകളിലൂടെ നാം നേടിയെടുത്തത്. 146ഓളം ജമാഅത്തുകൾ, ഓരോ ജമാഅത്തിനും 27 ഇരട്ടി പുണ്യം കണക്കുകൂട്ടുമ്പോൾ ലഭിക്കാനിരിക്കുന്ന മഹത്വം എത്രയാണ്. 29 തറാവീഹുകൾ, ഓരോ തറാവീഹിനും ലഭിക്കുന്ന പുണ്യം എത്രയാണ്. ഇമാമിന്റെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു നേരം ഒരു തറാവീഹ് നമസ്കരിച്ചാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി എന്ന് പറയുമ്പോൾ 29 തറാവീഹ് കൊണ്ട് 348 മണിക്കൂർ നിന്ന് നിസ്കരിച്ച കൂലി, മിനിമം 174 ദിവസം നിന്ന് നമസ്കരിച്ച കൂലിയാണ് നാം നേടിയെടുത്തത്. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ പാരായണം നിർവഹിച്ച ഭാഗ്യവാന്മാർ 3 മില്യണിലധികം പ്രതിഫലമാണ് അവർക്ക് ഖുർആൻ പാരായണത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. ഒരു നോമ്പ് തന്നെ ഒരു മനുഷ്യനെ 80 വർഷത്തെ വഴിദൂരം നരകത്തിൽ അകറ്റുമെന്ന് പറയുമ്പോൾ 29 നോമ്പുകളിലൂടെ 2320 കൊല്ലം അകലേക്ക് ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റുകയാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല. ലൈലത്തുൽ ഖദ്റിന് വേണ്ടി രാത്രികളിൽ ഇഅ്തികാഫും ആരാധനകളുമായി കഴിച്ചുകൂട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കാനിരിക്കുന്നത് 83 കൊല്ലവും 4 മാസവും വിശ്രമമില്ലാതെ തുടർച്ചയായി ആരാധനകൾ നിർവഹിച്ച പുണ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഓഫർ നൽകിയിട്ടുള്ളത്. ജാരിയായതും അല്ലാത്തതുമായ നിരവധി സ്വതഖകൾ ഇതിനിടയിൽ നമ്മൾ നിർവഹിക്കുകയുണ്ടായി. ഈദ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ സന്തോഷം നാം നിർവഹിച്ചിട്ടുള്ള ദാനധർമ്മമാണ്. റമദാനിൽ കണക്ക് നോക്കാതെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ താൽക്കാലികമായ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ ഭീമമായ സംഖ്യ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ വിവിധങ്ങളായ മേഖലയിൽ വിനിയോഗിച്ച സമയമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ റമദാനിന്റെ സുദിനങ്ങൾ എന്ന് പറയുന്നത്. ഓരോ സ്വതഖയിലൂടെയും കസ്ബുൻ തയ്യിബിൽ നിന്ന്, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഈത്തപ്പഴം പടച്ച റബ്ബിന്റെ മാർഗത്തിൽ കൊടുത്താൽ റബ്ബ് വലത് കൈകൊണ്ടത് ഏറ്റെടുത്ത് ഉഹുദ് മലയേക്കാൾ വലിപ്പമാക്കിയിട്ട് അവന്റെ കയ്യിൽ വെച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദാനധർമ്മമായിട്ട് നാം നിർവഹിച്ച കാര്യങ്ങൾ, നോമ്പ് നോറ്റവരെ തുറപ്പിക്കുന്നതിലൂടെ നിരവധി ആളുകൾ 29 നോമ്പല്ല, ചില ആളുകൾക്ക് 500 നോമ്പാണ്, 1000 നോമ്പാണ്, ചില ആളുകൾക്ക് അതിനേക്കാൾ കൂടുതലാണ്, ചില ആളുകൾക്ക് അതിന്റെ താഴെയാണ്. 60ഉം 80ഉം 100ഉം നോമ്പ് നോറ്റ ആളുകൾ ഈ സദസ്സിലുണ്ട്. അതെങ്ങനെയാണ്? നോമ്പ് നോറ്റവരെ നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ ലഭിച്ച പുണ്യമാണ്. ഇങ്ങനെ ഓരോ ആരാധനകളും എടുത്തു നോക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള തരത്തിലുള്ള വലിയ ഓഫറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫബിദ
ബിദാലിക ഫല്യഫ്റഹു, ഈ ദീൻ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക, ഈ ദീൻ കൊണ്ട് നിങ്ങൾ സമാധാനിക്കുക. പടച്ച റബ്ബിന്റെ ദീനാകുന്ന ഈ വലിയ നിഅമത്തിന്റെ ആ സന്തോഷം, ആ കുളിര്, ആ മാനസിക സംതൃപ്തിയും നിർവൃതിയും നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമാണ്. ഒന്ന് ഇൻദ ഫിത്രിഹി, നോമ്പ് തുറക്കുമ്പോഴാണ്, ഈദുൽ ഫിത്റിന്റെ സമയത്താണ്. രണ്ടാമത്തേത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, ഈ ആരാധനകളുടെ, ഈ നോമ്പിന്റെ, ഈ പാരായണത്തിന്റെ, ഈ നിർവഹിച്ചിട്ടുള്ള നന്മകളുടെ, നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിച്ചിട്ടുള്ള കാരുണയുടെ, സ്നേഹത്തിന്റെ, ഇണക്കത്തിന്റെ, വാത്സല്യത്തിന്റെ ആ സ്വഭാവ മഹിമകൾക്ക് ഏറ്റവും വലിയ പ്രതിഫലമെന്ന് പറയുന്നത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ടാൻ സാധിക്കലാണ്. അമ്മാ ഇന്നകും സതറൗന റബ്ബകും കമാ തറൗന ഹാദൽ ഖമർ ലാ തുദാമൂന ഫീ റുഅയതിഹി ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഖുറൂബിഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിപൂർണ്ണ ചന്ദ്രനിലേക്ക് 14ാം രാവിന്റെ പൂർണ്ണ ചന്ദ്രനെ ചൂണ്ടിയിട്ട് സഹാബത്തിനോട് പറയാണ്, സഹാബത്തെ, ഇതുപോലെ നിങ്ങൾ പരലോകത്ത് വെച്ച് നിങ്ങളുടെ റബ്ബിനെ കാണും. നമുക്ക് വായു തന്ന, നമുക്ക് വെള്ളം തന്ന, നാം ഇല്ലാത്തിടത്ത് നിന്ന്, നിസ്സാരമായ ഇന്ദ്രിയത്തിൽ നിന്ന് നമ്മെ പടച്ച് പരിപാലിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ കൂർക്കം വലിച്ചുറങ്ങുമ്പോഴും നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച റബ്ബിനെ കാണാനുള്ള മഹത്തായ സൗഭാഗ്യം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള, എന്നിട്ടതിൽ ആസ്വാദനം കണ്ടെത്താനുള്ള സൗഭാഗ്യം എനിക്ക് തരണേ പടച്ച റബ്ബേ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നോമ്പുകാർക്ക്, നമസ്കാരക്കാർക്ക്, സ്വതക്ക നിർവഹിച്ചവർക്ക്, ഖുർആൻ പാരായണം ചെയ്തവർക്ക് കാത്തിരിക്കുന്നത് പടച്ച റബ്ബാണ്. പടച്ച റബ്ബിനെ കാണാനുള്ള സൗഭാഗ്യമാണ്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ضاحികത്തും മുസ്തബ്ശിറ വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ. ഇതിനേക്കാൾ വലിയ സന്തോഷം, മനസ്സിൽ സങ്കടമില്ലാതെ, ആദികളില്ലാതെ, ആശങ്കകളും ആകുലതകളുമില്ലാതെ, രോഗം വരിഞ്ഞു മുറുക്കാതെ, സാമ്പത്തിക പ്രതിസന്ധിയില്ലാതെ, കുടുംബപരമായിട്ടുള്ള സംഘർഷങ്ങൾ നമ്മെ മതിക്കാതെ പരിപൂർണ സന്തോഷത്തോടെ റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരു ദിവസമുണ്ട്. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ, അന്നവരുടെ മുഖം പ്രസന്നമായിരിക്കും. ളാഹികത്തും മുസ്തബ്ശിറ, അവർ പുഞ്ചിരിക്കുന്നവരായിരിക്കും, അവർ സന്തോഷിക്കുന്നവരായിരിക്കും. എന്തേ കാരണം? ദുനിയാവിൽ അവർ പടച്ച റബ്ബിന്റെ ദീനിൽ തൃപ്തിപ്പെട്ടവരാണ്, പടച്ച റബ്ബിന് വഴിപ്പെട്ട് ജീവിച്ചവരാണ്, താൽക്കാലികമായ തന്റെ ജീവിതം അള്ളാഹുവിന് സമർപ്പിക്കാനുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. ആരൊക്കെയോ പടച്ചുവിട്ട പൈശാചിക ചട്ടുകങ്ങളായിട്ട് മാറാതെ, ആർക്കെങ്കിലും വേണ്ടിയിട്ട് കുഴലൂത്തുകാരായി മാറാതെ, വലിയ ബിസിനസ് സാധ്യതകളെ കണ്ടുകൊണ്ട് പുതിയ പുതിയ ട്രെൻഡുകൾ മെനഞ്ഞ് സമുദായത്തെ വഴികേടിന്റെ മാർഗങ്ങളിലൂടെ നയിക്കുന്ന ആളുകളുടെ പിന്നാലെ കൂടാതെ, അള്ളാഹുവിന്റെ ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ സന്തോഷം പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷത്തിൽ. ആരും കൂട്ടിനില്ലാത്ത സമയം, ആരും കൈപിടിക്കാനില്ലാത്ത സമയം, ആരും ഒന്നും നൽകി സഹായിക്കാനില്ലാത്ത സമയം നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്ന വല്ലാത്തൊരു രംഗമുണ്ട്. അതിന് സഹോദരന്മാരെ, ഇതെല്ലാം പടച്ച റബ്ബ് സ്വീകരിക്കണം. സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിന്റെ ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥന ഉയരട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ പടച്ച റബ്ബേ. 29 ദിവസം ഞങ്ങൾ അനുഭവിച്ച ദാഹവും വിശപ്പും നിനക്ക് വേണ്ടിയാണ് എന്ന് പറയാൻ, മണിക്കൂറുകൾ നിന്ന് നമസ്കരിച്ചത് നിനക്ക് വേണ്ടിയാണെന്ന് പറയാൻ, ലോകം കൂർക്കം വലിച്ചുറങ്ങുമ്പോൾ 1 മണിക്കും 2 മണിക്കും സുദീർഘമായി ഖിയാമുൽ ലൈൽ നിർവഹിച്ച് സുജൂദിൽ കിടന്ന് ധാരാളം സമയം പ്രാർത്ഥിച്ചത് പടച്ച റബ്ബേ നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണെന്ന് പറയാനും, റബ്ബേ ഇത് സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് പറയാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് എന്ന ബോധത്തോടെ വിശ്വാസികൾ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെ ഹൃദയത്തിൽ ഒരു കിടുക്കമുണ്ടാകും, അവർക്കൊരു ബേജാറുണ്ടാകും. എന്തേ കാരണം? അവർ നന്മയിൽ മത്സര്യം കാണിക്കുന്നവരാണ്, തിന്മയിൽ നിന്ന് മാറി നിന്നവരാണ്. നന്മയിലേക്ക് കുതിക്കുന്നവർക്ക് പേടിക്കേണ്ട ആവശ്യം എന്താണ് സഹോദരന്മാരെ? അവരുടെ പേടി എന്താണെന്നറിയോ? പടച്ച റബ്ബ് ഇത് സ്വീകരിക്കുകയില്ലേ എന്ന ആ ഒരു ആദിയ
ഭാവിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ, പരലോകത്ത് സന്തോഷിക്കാൻ, മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖികളെ കാത്തിരിക്കുന്ന സന്തോഷത്തിന്റെ, ആർഭാടത്തിന്റെ, വൈബിന്റെയും ചില്ലിന്റെയും സമ്പൂർണതയെ അണിയിച്ചൊരുക്കിയ പടച്ച റബ്ബിന്റെ സ്വർഗം, മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും ചിന്തിച്ചെത്തിപ്പെടാൻ സാധിക്കാത്ത ആർഭാടത്തിന്റെ കേന്ദ്രം പടച്ച റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ലഭിക്കാൻ അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരന്മാരെ, ഈ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളെല്ലാം നമ്മൾ റിസ്ക് എടുത്ത് ചെയ്തതാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനം ഉണ്ടാകരുത്. വല തകൂനു കല്ലതി നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാസ, കയറ് സമയമെടുത്ത് പിരിച്ചുണ്ടാക്കിയിട്ട് പിന്നീട് ഉടച്ചു കളയുന്ന ഒരു വിഡ്ഢിപ്പെണ്ണിനെ പോലെ നിങ്ങളാകരുത് എന്നുള്ളതാണ്. കുൻ റബ്ബാനിയ, നിങ്ങൾ പടച്ച റബ്ബിനെ ആരാധിക്കുന്നവരാകണം. വല തകുൻ റമദാനിയ, നിങ്ങൾ റമദാനിന്റെ ആളുകളാകരുത്, റമദാൻ സ്പെഷ്യലിസ്റ്റുകളാകരുത്. റമദാനിന് വേണ്ടി ഒരു ജമാഅ, റമദാനിന് വേണ്ടി ഒരു നിസ്കാരം, റമദാനിന് വേണ്ടി ഒരു ഖുർആൻ പാരായണം അല്ല സഹോദരന്മാരെ. ഇതെല്ലാം പടച്ച റബ്ബ് നമുക്ക് മരിക്കുവോളം ചെയ്യാൻ വേണ്ടി തന്നതാണ്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നന്മകളുടെ അവസാന പോയിന്റ് എന്ന് പറയുന്നത്, നന്മകളുടെ അവസാനത്തെ ബെല്ലെന്ന് പറയുന്നത് മരണമാണ്. അൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ച പടച്ച റബ്ബിന്റെ തീരുമാനം, അത് മരണമാണ്. ആ മരണമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള അവസാനത്തെ നാന്തി എന്ന് പറയുന്നത്, അവസാനത്തെ ബെല്ലെന്ന് പറയുന്നത്. മരണം എത്തും വരേക്കും വിശ്രമമില്ലാത്ത അധ്വാനത്തിലായിരിക്കണം വിശ്വാസികളായി നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സ്ഥിരമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്. നമസ്കാരങ്ങൾ സ്ഥിരമായി പോകട്ടെ, ഖുർആൻ പാരായണം സ്ഥിരമായി പോകട്ടെ, തറാവീഹ് നമസ്കരിച്ചത് അത്താഴത്തിന്റെ സമയത്ത് ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നോമ്പ് റമദാനോടുകൂടെ അവസാനിക്കുന്നില്ല. എല്ലാ തിങ്കളും നോമ്പുണ്ട്, വ്യാഴം നോമ്പുണ്ട്, അയ്യാമുൽ ബീദുണ്ട്. റമദാൻ കഴിഞ്ഞാൽ മൻ സാമ റമദാൻ ഫഅത്ബഅഹു സിത്തം മിനശ് ശവ്വാൽ, ആരെങ്കിലും റമദാനിൽ നോമ്പ് നോറ്റു പിന്നീടവൻ 6 നോമ്പ് തുടർത്തിക്കൊണ്ടുപോയാൽ കാന കസിയാമിദ് ദഹർ, ഒരു കൊല്ലം നോമ്പ് നോറ്റ പ്രതിഫലമാണ് 6 നോമ്പ് കൊണ്ട് ലഭിക്കുന്നത്. 365 ദിവസം നോമ്പ് നോറ്റ പുണ്യമാണ് 6 ദിവസത്തെ നോമ്പ് കൊണ്ട് ലഭിക്കുന്നത്. ശവ്വാൽ തീരുന്നതിന് മുമ്പ് അതിനുള്ളിൽ 6 സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ, 6 നോൽമ്പിന്റെ നീയത്തിൽ നോൽക്കാൻ നമുക്ക് പറ്റിയാൽ 365 കൊല്ലം 5 ദിവസം നമ്മൾ നോമ്പ് നോറ്റ പുണ്യമാണ് സഹോദരന്മാരെ നമുക്കുള്ളത്. തുടർച്ചയായി നോൽക്കലാണ് ഏറ്റവും മഹത്വമുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടന്ന കാര്യങ്ങളെ തുടർത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ 2 എണ്ണമാണ്. 1 സ്ഥിരമായി ചെയ്യുന്നതാണ്, 2 വൃത്തിക്ക് ചെയ്യുന്നതാണ്. അയ്യുതഖിനഹു, ഇത്ഖാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അലക്ഷ്യമായി ചെയ്യുന്ന കർമ്മങ്ങളല്ല അല്ലാഹുവിന് ഇഷ്ടമായിട്ടുള്ളത്, എപ്പോഴെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളല്ല അല്ലാഹുവിന് ഇഷ്ടമായിട്ടുള്ളത്. മരണം ലക്ഷ്യമാക്കി, സ്വർഗം ലക്ഷ്യമാക്കി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിനുള്ള ഒരു പ്രാക്ടീസാണ് സഹോദരന്മാരെ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം നാം കരുതിയിരിക്കേണ്ട കാര്യം ഹറാമുകളാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്ന ഹറാമുകൾ നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ പരിക്ക്. കഷ്ടപ്പെട്ട് നാം എടുത്ത നോമ്പിനെയും ഖിയാമുൽ ലൈലിനെയും ഭീമമായി നാം ചിലവഴിച്ച സംഖ്യ, അതെല്ലാം ബാത്തിലാക്കിക്കളയും നമ്മുടെ പാപങ്ങൾ എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട് റമദാനിൽ, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ പലപ്പോഴും നമ്മുടെ സമയത്തെ കാർന്നു തിന്നുന്നുണ്ട് എന്ന തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ട് റമദാനിൽ ഫോണൊന്ന് മാറ്റിവെച്ചപ്പോഴാണ് ഒരു പേജെങ്കിലും നമുക്ക് ഓതാൻ പറ്റിയത്. സുഹൃത്തുക്കളെ, ഇനിയും അത്തരം കാര്യങ്ങളിലേക്ക് നാം തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഈമാനിന്റെ മാധുര്യം നുകരാൻ ആർക്കാണ് സാധിക്കുക? പടച്ച റബ്ബ് ഹിദായത്ത് കൊടുത്തിട്ട് ആ ഹിദായത്തിൽ നിന്ന് വീണ്ടും ദലാലത്തിലേക്ക് പോകുന്നതിനെ അങ്ങേറ്റത്തെ വിഷമത്തോടുകൂടെ നോക്കിക്കാണുന്നവന് ദീനിന്റെ രുചി അറിയാൻ സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമുകൾ അത് നമ്മുടെ നന്മകളെ കാർന്നു തിന്നും, നമ്മുടെ സ്വാസ്ഥ്യം കെടുത്തും, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, നമ്മുടെ കുടുംബത്തെ തകർക്കും. ഇല്ലേ, എത്രയെത്ര കുടുംബത്തെയാണ് ലഹരി തകർത്തത്. ഇന്നലെ പോലും എന്റെ തൊട്ടയൽപക്കത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിന്റെ തൊട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ആ വീട്ടിൽ നിന്ന് ആർപ്പും വിളിയും കേൾക്കാറുണ്ടായിരുന്നു. എന്തിനായിരുന്നു അത്? മദ്യപിച്ച അച്ഛൻ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതിൽ ആർപ്പും വിളിയുമായിരുന്നു. എന്നാൽ ഇന്നലെ കേട്ട ആർപ്പും വിളിയും എന്തിനായിരുന്നു? അദ്ദേഹം മദ്യലഹരിയിൽ ഒരു കയറെടുത്ത് തൂങ്ങി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. സഹോദരന്മാരെ, എത്ര
കുടുംബത്തെയാണ് ലഹരി കണ്ണീരിലാഴ്ത്തിയിട്ടുള്ളത്. എന്നാലും ഇവിടുത്തെ മീഡിയകളും ഇവിടുത്തെ വലിയ വലിയ പുരോഗമനവാദികളുമെല്ലാം ഇവിടെ പറയുന്നത് കഞ്ചാവും മദ്യവുമൊക്കെ ലീഗലൈസ് ചെയ്യണമെന്നാണ്. MDMA യഥേഷ്ടം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കോലത്തിൽ യൂസർ ഫ്രണ്ട്ലിയാകണം എന്നതാണ് സർക്കാരുകൾ അടക്കം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ബീവറേജസിന്റെ ഔട്ട്ലെറ്റുകൾ തുറക്കാനുള്ള ആസൂത്രണമാണ്. ചിലരെല്ലാം പറയുന്നത് ഇത് വലിയ ഔഷധമാണ് എന്നാണ്. ഈ ഔഷധം കുടിച്ച് എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഇത് കുടിച്ച് എത്രയോ മക്കൾ അനാഥരായി. ഇത് കുടിച്ചിട്ട് എത്രയോ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. എത്രയെത്ര അപകടങ്ങളുണ്ടായി, എത്രയെത്ര സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായി. അതുകൊണ്ട് വിശ്വാസികളെ നാം ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നാം പോറ്റി വളർത്തുന്ന നമ്മുടെ മക്കളെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. അവരുടെ പ്രവർത്തനത്തെ, അവരുടെ കൂട്ടുകെട്ടിനെ, അവരുടെ ശീലങ്ങളെ, അവരുടെ ഒഴിവ് സമയത്തെ, ഇനി നീണ്ട വെക്കേഷനിലേക്ക് പോകാനിരിക്കുകയാണ്. പലയിടങ്ങളിലും ജോലിക്ക് കയറുന്ന മക്കളുണ്ടാകാം, ജോലിയൊന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന മക്കളുണ്ടാകാം. ജോലിക്ക് പോകുന്നവരായിരുന്നാലും ജോലിയില്ലാത്തവരായിരുന്നാലും വെക്കേഷൻ സമയത്ത് നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രമേൽ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ അധ്യാപകർ നമ്മുടെ മക്കളെ പോറ്റുന്നത് എന്നത്, നോക്കുന്നത് എന്നതിന്റെ വില മനസ്സിലാകുന്ന സമയമാണ് ഇനി വരുന്ന 2 മാസം വെക്കേഷൻ എന്ന് പറയുന്നത്. എങ്ങനെ സഹിക്കുന്നു നിങ്ങൾ എന്റെ മക്കളെ എന്ന് ആത്മാർത്ഥമായി ചില രക്ഷിതാക്കൾ അധ്യാപകരോട് ചോദിച്ചു പോകാറുണ്ട്. അതൊരു സ്കില്ല് തന്നെയാണ്. കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് നടക്കാനും അവരെ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്കും നമുക്കും ഉപകാരപ്രദമായ കാര്യങ്ങളിലേക്ക് വെക്കേഷൻ സമയത്ത് അവരുടെ ശ്രദ്ധയെ തിരിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. മാറി മാറി വരുന്ന വേഷങ്ങളും പുതിയ പുതിയ രീതികളും പുതിയ പുതിയ പ്രയോഗങ്ങളും നമ്മളാരും ഇന്നുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത ചില ക്യാരക്ടർ നെയിംസും ചില കാർട്ടൂണുകളും ചില തരത്തിലുള്ള വീഡിയോകളുടെയും സിനിമകളുടെയും പിന്നാലെയാണ് പുതുതലമുറ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകും മുമ്പ് തന്നെ ഒരുത്തിന് പ്രണയിച്ച് യഥേഷ്ടം ഏതിലൂടെയും അവളെയും കൂട്ടി അലഞ്ഞു നടക്കുന്നതിന് ഈ രാജ്യത്തൊരു പ്രശ്നവുമില്ല. എന്നാൽ മാന്യമായി വിവാഹം കഴിച്ചാൽ അവിടെ ചികഞ്ഞന്വേഷിക്കാനും ബർത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും പ്രായം എത്താൻ 1 മണിക്കൂർ മാറ്റമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാനും ഇവിടെ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തോന്നിവാസികൾക്ക് നൈറ്റ് ലൈഫ് തുറന്നുകൊടുത്ത് യഥേഷ്ടം കള്ളുകുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസത്തിൽ മുഴുകാൻ, അതിന് മടുത്താൽ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നവന് യഥേഷ്ടം സുഖ സംഭോഗത്തിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളും തടവറകളിൽ ഒരുക്കിക്കൊടുക്കുന്ന വല്ലാത്ത ദുരന്തപൂരിതമായ കാഴ്ചയുള്ള ഒരു മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ സുരക്ഷ അത് ഉറപ്പിക്കാൻ വേറെ ഒരാളും വരില്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അധ്യാപകരോട് മക്കൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി എന്നാണ്. ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ പറയുന്നത് രക്ഷിതാക്കൾ മക്കളെ നിയന്ത്രിക്കേണ്ട, അവർ കളിച്ചോട്ടെ എന്നാണ്. പിന്നെ ആരാണ് ഇവരെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കാനുള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെക്കേഷൻ സമയത്ത് വരുന്ന ക്യാമ്പുകളിലും ദീനീയായ ചർച്ചകളിലേക്കും നമ്മുടെ മക്കളെ പറഞ്ഞയക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ കയ്യിലില്ലാത്ത കാലത്ത് നാം സമാധാനത്തിലായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ സോഷ്യൽ മീഡിയയായി രക്ഷിതാക്കളും മക്കളും ആണും പെണ്ണും ചെറുതും വലുതും വ്യത്യാസമില്ലാതെ എല്ലാവരും ഷോർട്സിന്റെയും റീൽസിന്റെയും വ്യത്യസ്ത കാഴ്ചകളുടെയും വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷനുകളുടെയും അടിമകളാണ്. പലർക്കും ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. എന്റെ ഹണി ട്രാപ്പ്, എവിടെ നിന്നോ കേട്ട കിളിക്കൊഞ്ചലിന്റെ പിന്നാലെ കമന്റുകളുമായിട്ട് ചെന്നവർക്ക് നഷ്ടപ്പെട്ടു പോയത് അവരുടെ വീടിന്റെ അടിയാധാരം വരെയാണ്. സമൂഹത്തിൽ തുറന്നു പറയാൻ സാധിക്കാതെ ആരും അറിയാതെ ആയിരങ്ങളും 10,000ങ്ങളും അവർ ഇപ്പറയുന്ന ഭീഷണി വരുന്ന അക്കൗണ്ടുകളിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന വിവരം സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ടെക്നോളജികൾ നമ്മുടെ മസ്തിഷ്കത്തെ കീഴ്പ്പെടുത്തിയ ഈ കാലത്ത് ഈ മൊബൈലിന്റെ ചങ്ങലക്കെട്ടുകളെ അതിൽ നിന്ന് മോചിതരാകാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ നിർവഹിക്കുന്ന ദൗത്യം എന്താണെന്ന് നാം തിരിച്ചറിയണം. തിന്മകളെ നിസാരവൽക്കരിക്കുന്നുണ്ട്. അതിൽ മദ്യം അതൊരു പ്രശ്നമല്ല എന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ഈവൻ ഒരുത്തിന് ഇഷ്ടം തോന്നുന്നത് തന്റെ പെങ്ങളോടാണെങ്കിൽ അവളുമായിട്ടും സെക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കാൻ വലിയ വലിയ നടന്മാർ ഇവിടെ പലതരത്തിലുള്ള തോന്നിയാസങ്ങൾ നടിച്ചു തീർക്കുമ്പോൾ സിനിമകളും അതുപോലെ തന്നെ വഴിവിട്ട ലക്ഷ്യബോധമില്ലാത്ത വ്ളോഗർമാരും ഈ സമുദായത്തെ നശിപ്പിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് 1 മാസം കാലം നാം നേടിയെടുത്ത ആ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് വേണം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവികളും നമ്മുടെ സന്തോഷത്തിന്റെ ചില എലമെന്റുകളെയും നമ്മൾ തീരുമാനിക്കേണ്ടത്. സഹോദരന്മാരെ, മതം ഉപേക്ഷിച്ചവരാണ് അധികം ആളുകളും.
അവർ നിസ്കരിക്കുന്നുണ്ട്, അവർ നോമ്പ് നോൽക്കുന്നുണ്ട്. പക്ഷെ മതം ഉപേക്ഷിച്ചു എന്ന് പറയാൻ കാരണം ഇസ്ലാമിന്റെ ചില ആചാരങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അവരുടെ മനസ്സിൽ ലിബറലിസം എന്ന മാരകമായ മതം കുടിയിരിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം എന്താണ്? നിസ്കരിച്ചാലും നോമ്പ് നോറ്റാൽ മതി, ഖുർആൻ ഓതിയാൽ മതി, ഏത് ഡ്രസ്സും ധരിക്കാം, എങ്ങനെയും ജീവിക്കാം, ആരുമായും ശരീരം പങ്കുവെക്കാം, ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാം, ഇഷ്ടമുള്ളതെല്ലാം കണ്ടും ആസ്വദിച്ചും ജീവിക്കാമെന്നാണ്. അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല സഹോദരന്മാരെ. അല്ലാഹുവും റസൂലും വരച്ചു വെച്ച ഒരു മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള തേട്ടമാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. നെഞ്ചത്ത് കൈകെട്ടിവെച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ എന്നെ വഴി നടത്തണേ എന്ന് ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിന്റെ വഴിയാണ്, പ്രവാചകന്റെ സുന്നത്തിന്റെ വഴിയാണ്. അത് ആഭാസങ്ങളുടെയും തോന്നിവാസങ്ങളുടെയും ഇച്ഛയുടെയും വഴിയല്ല. ലിബറലിസം എന്ന് പറയുന്നത് ഇച്ഛയെ പിൻപറ്റി ജീവിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. യഥേഷ്ടം കള്ളുകുടിച്ച് തോന്നിവാസത്തിൽ മുഴുകിയിട്ട് ജീവിച്ചിട്ട് അവസാനം ഒരാൾക്ക് ജീവിതം സക്സസ്ഫുൾ അല്ല എന്ന് തോന്നുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവനവന്റെ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്നാണ്. അവനവന്റെ ജീവിതം അവസാനിപ്പിച്ചോട്ടെ എന്നാണ്. ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. ജീവിതം എന്ന് പറയുന്നത് പരലോകത്താണ്. ഈ ദുനിയാവ് ഒരു പരീക്ഷണാലയമാണ്. ഇവിടെ ശ്രദ്ധയോടെ ജീവിച്ചാൽ പരലോകത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഈ ലിബറൽ ആശയങ്ങളെയാണ് വസ്ത്രത്തിലൂടെ, മുടിയിലൂടെ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ സ്റ്റാറ്റസുകളിലൂടെ നാം അറിയാതെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. തികഞ്ഞ ബോധ്യത്തോടുകൂടെ ആണും പെണ്ണും മക്കളും മുന്നോട്ട് പോകേണ്ടതാണ്. ഉമ്മമാരോട് 2 വാക്കുകൾ പറയാനുണ്ട്. നമ്മൾ നമ്മുടെ മക്കളുടെ മുന്നിൽ നടക്കേണ്ടവരാണ്. എല്ലാ ട്രെൻഡുകളെയും പേറിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതിന്റെ എത്രയോ മീതെയായിരിക്കും നമ്മുടെ മക്കൾ അവരുടെ ഭാവിയിൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. വേഷത്തിലും പെരുമാറ്റത്തിലും ബന്ധങ്ങളിലും ഇടപാടുകളിലുമൊക്കെ നമ്മൾ അവർക്ക് മാതൃകയായിരിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾ, പിതാക്കന്മാർ കുടുംബത്തിന്റെ നെടുന്തൂണാണ്. കുടുംബമാകുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതുണ്ട്. കുടുംബത്തെ തകർക്കുന്ന നിയമങ്ങളും കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പുതിയ പുതിയ പ്രത്യയശാസ്ത്രങ്ങളുമാണ് നാൾക്ക് നാൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന്റെയെല്ലാം ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 16 വയസ്സുകാരനാണ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തും മുമ്പ് അവന്റെ ലൈംഗിക ദാഹം അവളിൽ തീർത്തിട്ടാണ് അവൻ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ ലിവിംഗ് ടുഗദറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ ഇതിന് മറുപടി പറയേണ്ടതാണ്. ഏത് തോന്നിയ മാർഗം സ്വീകരിക്കാമെന്ന് പറയുന്ന ഇവിടുത്തെ എത്തിസ്റ്റുകളും ലിബറലിസ്റ്റുകളും ഇതിന് മറുപടി പറയേണ്ടതാണ്. സഹോദരന്മാരെ, ഇസ്ലാം അവിടെ സമാധാനത്തിന്റെ ഇടമായി കുടുംബത്തെ വെച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ കുടുംബം കൊണ്ട് നടക്കാൻ നമുക്കാകണം. അവിഹിതത്തിലല്ല, അനാശാസ്യത്തിലല്ല, അശ്ലീലതകളിലല്ല, അനാവശ്യമായ സൈറ്റുകളിലല്ല നമ്മുടെ സുഖവും ആനന്ദവും നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള പരിശ്രമമാണ് സഹോദരന്മാരെ നമ്മൾ നടത്തേണ്ടത്. ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സാമൂഹികമായ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന നരനായാട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ജീവനുകളെയാണ് അവർ തല്ലി തകർത്തത്, എത്ര പിഞ്ചുമക്കളെയാണ് അവർ കൊന്നൊടുക്കിയത്, എത്ര മാതാപിതാക്കളെയാണ് അവർ ഒന്നിനും കൊള്ളാത്തവരാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കൊരുതി നടത്തി, അതിലൂടെ തങ്ങളുടെ ആയുധ കച്ചവടങ്ങൾ നടത്തി ഡോളറുകൾ സമ്പാദിച്ച് തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ സെറ്റപ്പാക്കാമെന്ന ദാഹവുമായിട്ട് ലോകത്തുടനീളം യുദ്ധത്തിന്റെ വിഷലിപ്തമായ ആശയങ്ങൾ പകരുന്ന അവർക്ക് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല കനത്ത ആഞ്ഞടി, കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സയനിസം എന്ന് പറയുന്നത് ലോകത്തെ വലിയ വൈറസാണ്, വലിയ ദുരന്തമാണ്. ഒരു വേള ലോകരാഷ്ട്രങ്ങൾ പോലും അവരുടെ അജണ്ടകൾ അറിയാതെയാണ് അവർക്ക് ഒപ്പുവെക്കുന്നതും സംരക്ഷണം ഏർപ്പെടുത്തുന്നതും എന്നത് നാം വിഷമത്തോടുകൂടെയാണ് ഓർക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അതൊരു നെരിപ്പോടായിട്ടുണ്ട്, ദുരന്തമായിട്ടുണ്ട്. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താണ്? അവിടുത്തെ പെരുന്നാൾ എന്താണ്? അവിടുത്തെ പുത്തനുടുപ്പ് എന്താണ്? അവർ കഴിക്കുന്നത് എന്താണ്? സുഹൃത്തുക്കളെ, ഇവിടുത്തെ മീഡിയകളെല്ലാം വിലക്ക് വാങ്ങിയിട്ട് അതെല്ലാം മറച്ചുപിടിക്കുകയാണ്. സത്യസന്ധമായി ആരെങ്കിലും പ്രസിദ്ധീകരിക്കാൻ ശ്രമിച്ചാൽ അവരെ വെടിയുതിർത്തി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ് ലോക പോലീസ് ജമയും അമേരിക്കയും ഇസ്രായേലും. നിങ്ങൾക്കറിയുമോ, പട്ടിണിയാണ് അവിടെ, വിശപ്പാണ് അവിടെ, വസ്ത്രമില്ല അവിടെ. അവിടെയാണ് ഏറ്റവും നല്ല സൗകര്യത്തിൽ, അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പടച്ചറബിന്
അള്ളാഹുവിനെ മറന്നാൽ ഈ ഭൂമിയുടെ ഒരു ഭാഗത്തുള്ള ഈ ദുരന്തം നമ്മുടെ രാജ്യത്തേക്കും തിരിച്ചുവിടാൻ പടച്ചിറപ്പിന് സാധിക്കുമെന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ഈ കഴിഞ്ഞ നമസ്കാരത്തിൽ നാം നിർവഹിച്ച 4 സുജൂദ് അത് ശുക്രിന്റെ സുജൂദാണ്. ഈ 2 റക്അത്ത് നിസ്കാരം ശുക്രിന്റെ നിസ്കാരമാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്നത് നെഞ്ചിൽ തട്ടിയിട്ടാണ്. പടച്ചിറപ്പേ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് നീയാണ് എന്ന് ആത്മാർത്ഥമായി പറയാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കണം. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നരനായാട്ടിനെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്കെതിരെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സഹോദരന്മാരെ, ഇറാനിനെ, അവിടെ നടക്കുന്ന കൂട്ടക്കുരുതിയെ നമ്മൾ ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം ഇറാനിന്റെ വിശ്വാസത്തെ, അവരുടെ ഷിയായിസത്തെ നാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ലക്ഷക്കണക്കിന് സുന്നികളെ, യഥാർത്ഥ തൗഹീദി ആശയക്കാരെ നിഷ്കരുണം കൊലപ്പെടുത്തിയവരാണ് ഷിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. അവരുടെ മുന്നിൽ സുന്നികളെ കൊല്ലുക എന്നത്, അതായത് യഥാർത്ഥ തൗഹീദുള്ളവരെ, ഷിയ സുന്നി 2 പാർട്ടേഷനാണ് ലോകത്തുടനീളമുള്ളത്. ഒന്ന് യഥാർത്ഥ വിശ്വാസികൾ, മറ്റൊന്ന് ഷിയാക്കൾ. ഈ സുന്നികളിലാണ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മുസ്ലിങ്ങളും പെടുക. ഇവിടുത്തെ സുന്നികൾ മാത്രമല്ല, നമ്മളെല്ലാവരും അതിലാണ് പെടുക. ഇവരെ കൊല്ലുക എന്നത് അവരുടെ ദൗത്യമാണ്. നിങ്ങൾക്കറിയുമോ അവരുടെ മഹദി വന്നിട്ട് ആദ്യം ചെയ്യാൻ പോകുന്ന പണി എന്താണെന്നറിയുമോ? മദീനയിൽ വന്ന് അബൂബക്കറിനും ഉമറിനും ജീവൻ കൊടുത്ത് അവരെ വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവരുടെ ബോഡിയെ വളരെ വികൃതമാക്കുന്ന ദൗത്യമാണ് അവർക്ക് ചെയ്യാനുള്ളത്. കാരണം അവരുടെ വിശ്വാസപ്രകാരം അബൂബക്കറും ഉമറും ഉസ്മാനും കാഫിറാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ടെന്ന് പ്രഖ്യാപിച്ച ആ സ്വഹാബത്ത് കാഫിറാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. 6000 ചില്ലാനം ആയത്തുകളുള്ള ഖുർആനല്ല അവരുടെ ഖുർആൻ എന്ന് പറയുന്നത്. 16,000 ആയത്തുകളുള്ള ഖുർആൻ ഉണ്ടെന്നാണ് ഷിയാക്കളുടെ വാദമായിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അവിടെ അമേരിക്ക നടത്തുന്ന നരനായാട്ടിനെ നാം ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ഷിയായിസത്തെയും നാം ശക്തമായി എതിർക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഷിയ മരണപ്പെട്ടു പോയാൽ അത് ഷഹീദായിട്ട് വാഴ്ത്താനൊന്നും നമ്മളാരും പോകുന്നില്ല. കാരണം വിശ്വാസമാണ് ഷഹാദത്തിന് തീരുമാനിക്കുന്നത് എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. നിരവധി പ്രശ്നങ്ങൾ ആനുകാലികമായിട്ട് നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളിലെല്ലാം തികഞ്ഞ ബോധ്യത്തോടുകൂടെ, കാഴ്ചപ്പാടോടുകൂടെ ഇടപെടാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി കാണിക്കണം, ലൈംഗിക രംഗത്ത് വിശുദ്ധി കാണിക്കണം, നമ്മുടെ കുടുംബരംഗത്ത് നമ്മൾ ശ്രദ്ധയും വിനയവും വിട്ടുവീഴ്ചയും ക്ഷമയും കാണിക്കണം. ഏറ്റവും നല്ല സന്തോഷമുള്ള നല്ല ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ ഓടാതെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പിന്നാലെ പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. പുതിയ ഇലക്ഷൻ വരാനിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവിയാണ് നമ്മുടെ വിരൽത്തുമ്പിലുള്ളത് എന്ന ബോധമുണ്ടായിരിക്കണം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും പാർട്ടിയുണ്ട്, അതെല്ലാം ശരിയാണ്. പക്ഷേ സഹോദരന്മാരെ, രാജ്യം ഇന്ന് നിൽക്കുന്ന ഒരവസ്ഥ എവിടെയാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ സംസ്ഥാനം പോലും ആർക്കു വേണ്ടിയാണ് കുഴലൂത്ത് നടത്തുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സമ്മതിദാന അവകാശം നാം വിനിയോഗിക്കുമ്പോൾ തികഞ്ഞ ബോധ്യത്തോടുകൂടെ ആയിരിക്കണം. ചെറുതും വലുതുമായ ടീമുകൾക്ക് അവരുടെ എണ്ണം കൂട്ടാനും എണ്ണം അറിയാനുമുള്ള ഒരു ടെസ്റ്റിംഗും ഒരു പരീക്ഷണാലയമായിട്ട് ഇലക്ഷനെ മാറ്റരുത് എന്ന് അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ പറയുകയാണ്. എണ്ണം വേണമെങ്കിൽ മറ്റു സർവേകൾ വെച്ചിട്ട് ഉപയോഗിക്കാം, ആരോടെങ്കിലുമുള്ള വാശി തീർക്കാൻ മറ്റു അവസരങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഈ സമ്മതിദാന അവകാശം അതിനുവേണ്ടിയെല്ലാം ഉപയോഗിക്കുമ്പോൾ രാജ്യം അട്ടിമറിക്കപ്പെടും, ഈ സമാധാനം ഇല്ലാതാകും. 100 കൊല്ലത്തെ അജണ്ടകൾ മെനഞ്ഞ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം അവരുടേതായിട്ടുള്ള ആശയങ്ങൾ, അവരുടേതായിട്ടുള്ള ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടി വർഷങ്ങളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അജണ്ട അവർ വിട്ടുപോകുമെന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. ആ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ ഗൗരവത്തോടുകൂടെ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ഞാൻ വോട്ടൊന്നും ചെയ്യാറില്ല, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. നിന്നെപ്പോലെ വിവരം കെട്ട ഒരുത്തൻ മതി ഈ രാജ്യം കുട്ടിച്ചോറാകാൻ എന്ന് മാത്രമേ അത്തരം ആളുകളോട് പറയാനുള്ളൂ. തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കണം നമുക്കെല്ലാവർക്കും ഇത്തരം വിഷയങ്ങളിൽ എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ സന്തോഷത്തോടുകൂടെ കഴിയുമ്പോൾ നമുക്കൊരു മിസൈലിന്റെയോ നമുക്കൊരു വെടിയച്ചയുടെയോ പ്രശ്നമൊന്നുമില്ല. ലോകരാഷ്ട്രങ്ങള്, പ്രത്യേകിച്ച് GCC കൺട്രീസ് വലിയ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണ്. നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഭയക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വിജയം നൽകൂ. ഒരുപക്ഷെ ലോകത്തെ ഞങ്ങളാണ് അടക്കി ഭരിക്കുന്നത് എന്ന് പലർക്കും വാദിക്കാം. പക്ഷേ ഒരു നാൾ വരും അന്ന് വിശ്വാസികൾക്ക് ആധിപത്യമുണ്ടായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഖുദ്സ് ഇസ്ലാം കീഴടക്കും, പലസ്തീനും ആ പരിഭാവനമായ മണ്ണും ഇസ്ലാമിന്റെ കാൽക്കീഴിൽ വരുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരെ കൊന്നെടുക്കുന്ന ജൂതന്മാർ, അവർ ഒളിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ പോലും
ദാ എന്റെ പിന്നിൽ ഒരു ജൂതനുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാലം വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസമുണ്ടോ, കർമ്മവിശുദ്ധിയുണ്ടോ, ജീവിതത്തിൽ തഖ്വയുണ്ടോ, നമുക്കൊന്നും പേടിക്കാനില്ല. സമാധാനത്തിന്റെ ഏറ്റവും വലിയ എലമെന്റ് എന്ന് പറയുന്നത് ആ തഖ്വയാണ്, ആ സൂക്ഷ്മതയാണ്. അതാണ് നാം ഇക്കഴിഞ്ഞ 29 ദിവസം പരമാവധി എല്ലാം കൂടെ ചെയ്തു നമുക്ക് വാതില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ മുമ്പത്തെ മാസത്തെ അപേക്ഷിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും ശ്രദ്ധയോടുകൂടെ മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. ഇന്നത്തെ സുദിനത്തിൽ ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ, കുടുംബങ്ങൾ സന്ദർശനങ്ങൾ നടക്കട്ടെ, നമ്മുടെ രോഗികളുടെ സന്ദർശനങ്ങൾ നടക്കട്ടെ, പരസ്പരമുള്ള പിണക്കങ്ങളും അകൽച്ചകളും മാറ്റിയിട്ട് പുഞ്ചിരിച്ച് സംസാരിക്കാനുള്ള സമയമാകട്ടെ. സ്വതക്ക വർദ്ധിപ്പിക്കാൻ ഈ സമയത്ത് പ്രത്യേകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഈദിന്റെ ഖുത്ബ കഴിഞ്ഞ് സ്ത്രീകൾക്ക് മുഖം തിരിഞ്ഞ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളെ, നിങ്ങളെയാണ് നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾ സ്വതക്ക വർദ്ധിപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജുമുഅ ദിനമാണ്. ജുമുഅയിൽ പങ്കെടുക്കൽ അതിന്റേതായ പുണ്യമുള്ള ദിവസമാണ്. ഈദിന്റെ മജ്ലിസിൽ, ഈദിന്റെ മുസല്ലായിൽ പങ്കെടുത്തവർക്ക് ഇളവുണ്ടെങ്കിൽ പോലും സാധ്യമാകുന്ന ആളുകൾ ജുമുഅയിൽ പങ്കെടുക്കണമെന്നത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈദല്ലേ എന്ന് കരുതിയിട്ട് എന്തുമാകാമെന്ന ചിന്തയുണ്ടാകരുത്. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ റോട്ടിലൂടെ നടന്നു പോകുന്ന ആളുകൾ ഓരോ കുടുംബത്തിന്റെ നായകന്മാരാണ്. മക്കളാണെങ്കിൽ കുടുംബത്തിന്റെ സ്വപ്നമാണ്. അവരെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് ഒരു ആഘോഷം സുഹൃത്തുക്കളെ ഉണ്ടാകാൻ പാടില്ല. ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. കുഞ്ഞുമക്കളോട് പറയാനുള്ളത്, ലൈസൻസ് ഇല്ലാത്തവർ വാഹനം ഓടിക്കരുത്. അത് രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്. മാത്രവുമല്ല അത് അപകടമാണ്. അതുകൊണ്ട് ലൈസൻസ് ഉള്ളവർ മാത്രം ലൈസൻസോടെ വണ്ടി ഓടിക്കുക എന്നാണ് പറയാനുള്ളത്. കല്യാണം, സൽക്കാരം, ഇതുപോലെ ആഘോഷങ്ങളൊക്കെ വരുമ്പോ ദീന് മാറ്റിവെക്കുന്ന, ആരാധന മാറ്റിവെക്കുന്ന പ്രവണതയുണ്ട്. ഉണ്ടാകരുത്. ജമാഅത്തിന് ഇന്ന് ബ്രേക്കില്ല, നാളെയും ബ്രേക്കില്ല, മരണം വരെ ബ്രേക്കില്ല. ജമാഅത്ത് ഒഴിവാകരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്നവരും ഒരേ നാട്ടുകാരും എന്ന ലേബലിൽ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതെ മിങ്കിളായി കഴിയുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ഔറത്തും കൃത്യമായി മറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയ വസ്ത്രങ്ങളും രൂപങ്ങളുമൊക്കെ നെരിയാണിക്ക് താഴെയാണ്. വലിയ ബെൽബോട്ടൺ പാന്റുകൾ നെരിയാണിക്ക് താഴെയാണ്. അള്ളാഹു നോക്കുകയില്ല, സംസാരിക്കുകയില്ല, സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വേഷം പടച്ച റബ്ബിന് പ്രിയപ്പെട്ടതാകട്ടെ. അർശിനുപരിയിൽ നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുമ്പോ ആരാണ് 29 ദിവസത്തെ നോമ്പിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നുണ്ട് എന്ന കാര്യം സഹോദരന്മാരെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, സ്നേഹം പങ്കുവെച്ചുകൊണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ ദീനിനെ അനുസരിച്ചുകൊണ്ടൊരു ആഘോഷ സുദിനമാക്കി ഇന്നത്തെ സുദിനത്തെ നമ്മൾ മാറ്റാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ജീവിതകാലം മുഴുവൻ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ. ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച ഹറാമുകളിലേക്ക് മടക്കമില്ലാതെ നന്മയിൽ തുടരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ ഈമാനികമായി മുന്നോട്ട് പോകാൻ, എല്ലാ രംഗത്തും ഹലാലും ഹറാമും നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ലോകത്തുടനീളം അല്ലാഹു സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.